ഹലോ, നമസ്കാരം. ഓട്ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോണത് ഇതാ ഈ കാണുന്ന ലൈറ്റ് സെറ്റ് ചെയ്യണതാണ്. പറ്റാണ്ടായിണ്ടായിരുന്നു. ആ ലൈറ്റ് വെച്ചിട്ട് ഓടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഒരു കാര്യമില്ല. അപ്പോൾ അത് മാറ്റാൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റണതിൻ്റെ ഫുള്ളായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാരണം തന്നെ ലെങ്ത് ഒരു 15 മിനിറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ മുഴുവൻ കാണുക, കാരണം അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വയറിങ് എന്നൊക്കെ പറയുന്നത്. അതിൽ ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശരി, നിങ്ങൾ വീഡിയോ പോയി കണ്ടിട്ട് വരൂ. അപ്പോൾ മേടിച്ചിരിക്കുന്ന ലൈറ്റ് HDG കമ്പനിയുടെ ഒരു 20 വാട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 20 വാട്ട് ഉണ്ടോ എന്നൊക്കെ അറിയില്ല. ഇത് ഒരു DRL ഒപ്പം വരുന്നതുകൊണ്ട് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്താണ്. ഇതിപ്പോൾ മാർക്കറ്റിൽ കുറേ സ്ഥലത്തും പല റേറ്റാണ്. 550 മുതൽ 650 രൂപയുടെ ഉള്ളിലാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് മാർക്കറ്റിൽ വരുന്നത്. 700 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ഓൺലൈനിൽ. ഇതിൽ ഈ വൈറ്റ് കാണുന്നതിൽ പല പല കളർ കിട്ടും. അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ കളർ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. അത്യാവശ്യം ലുക്കും കിട്ടും. നല്ല ലൈറ്റൊക്കെ കൊള്ളാം, ഞാൻ കത്തിച്ച് നോക്കിയിരുന്നു. അപ്പോൾ ഇതിൽ ഒരു 5-6 കളർ DRL മാത്രം കിട്ടും. നമുക്ക് റെഡ് കിട്ടുന്നുണ്ട്, ബ്ലൂ കിട്ടുന്നുണ്ട്, ഗ്രീൻ ഉണ്ട്, നോർമലി വൈറ്റ് തന്നെ DRL വരുന്നുണ്ട്. പിന്നെ ഒരു പിങ്ക് കളറും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് സ്ക്വയറിലും ഉണ്ട് കേട്ടോ. ഇതാ ഈ പിക്ചറിൽ കാണുന്നത്. നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് കേബിൾ ടൈ, ഈ വയറും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്ന ശബ്ദം കേൾക്കാതിരിക്കും. ഒന്ന് നല്ല നീറ്റായിട്ട് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈ വേണം. പിന്നെ നോർമലി ഇൻസുലേഷൻ ടാപ്പ് വേണം. പിന്നെ അതായത് ഈ സ്വിച്ച് ഇതിൻ്റെ പഴയ വണ്ടിയിൽ വെച്ചിരുന്നതാണ്. ഇതൊക്കെ 10-50 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടും. പിന്നെ ഒരു ഫ്യൂസിൻ്റെ ബോക്സ്, ഇത് ഞാൻ പഴയ വണ്ടിയിൽ ഇതേപോലെ തന്നെ ലൈറ്റ് സെറ്റ് ചെയ്തപ്പോൾ വെച്ചിരുന്നതാണ്. ഫ്യൂസ് ബോക്സും ഫ്യൂസും മസ്റ്റായിട്ട് വെക്കുക. കാരണം വാറണ്ടി പോവാൻ വയറിങ് കിറ്റിലെ പ്രശ്നങ്ങൾ ധാരാളം മതി. നമ്മുടെ കമ്പനി വാറണ്ടിയും പോവും. പിന്നെ നമുക്ക് വെറുതെ വാറണ്ടി പോണതിലല്ലല്ലോ, കംപ്ലൈൻ്റ് ആയാൽ പിന്നെ നമ്മളതിന് ഇവിടുന്ന് ഓടണ്ടേ. അതിന് നിൽക്കണ്ട വെച്ചിട്ടാണ് ഫ്യൂസ് എന്തായാലും വെക്കാൻ ശ്രദ്ധിക്കുക. വലിയ ഗേജൊന്നും വേണമെന്നൊന്നുമില്ല. ലൈറ്റായിട്ടുള്ള ഏതെങ്കിലും വയറുകൾ കുറച്ചെടുക്കുക. ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത്. ഹെഡ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 8-ന്റെ നെട്ടുമിലാണ്. ഇതാ ഒന്നുകൂടിയും ഇത് അപ്പുറത്തും. ഈ 2 ടൂൾസായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവറും വേണം, ഒരു 8-ന്റെ ടീയും മതി നമുക്ക്. ഇതതിൻ്റെ ഒപ്പം കിട്ടുന്ന ക്ലാമ്പാണ്. ഒരു ബോൾട്ടും ഉണ്ടാവും, പിന്നെ ഒരു ക്ലാമ്പും ഉണ്ടാവും. അതിന് വെക്കുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഹീറോൻ്റെ നെട്ടും ബോൾട്ടും ആയതുകൊണ്ടൊന്നും പറയില്ല, ശ്രദ്ധിച്ചും കണ്ടും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിരി പോകും. 2-3 വീര് ഇപ്പം തന്നെ പോയിട്ടുണ്ട് ആ മുന്നത്തെ ഇതിൽ. ഞാൻ അറിയണവരെ ഇളക്കിയാൽ പോയില്ല എന്നുള്ള വർത്താനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പോയൊരു കമൻറ്റ് ബോക്സിലുണ്ട്, കഴിഞ്ഞ വീഡിയോൻ്റെ കാണാവുന്നതാണ്. അപ്പോൾ ഹെഡ്ലൈറ്റ് ഊരെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ആക്കണം. ഇതിലൊരു ലോക്ക് വരുന്നുണ്ട് 2. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ആക്കണ പോലെ ഈ 2 നെട്ടും ഇത് രണ്ടും ഒരു 4 നെട്ട് ഊരി കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വളയ്ക്കാം, എന്നിട്ട് ഊരിയെടുക്കാം. 4 വയറിൽ ഒന്ന് മറ്റേ കോമൺ നെഗറ്റീവ് ആയിരിക്കും, ബാക്കി ഒന്ന് DRL, ഒന്ന് ഹൈ ബീമും ഒന്ന് ലോ ബീമിൻ്റെ ആയിരിക്കും. ഇതിപ്പോൾ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഞാൻ ഹെഡ്ലൈറ്റിൽ നിന്ന് ഇപ്പോൾ ചെക്ക് ചെയ്തു. ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ ക്ലിപ്പ് വരുന്നത്. ഇതിൽ ഈ ഗ്രീനാണ് നെഗറ്റീവായിട്ട് വരുന്നത്. ഇത് എക്സ്പൾസിൻ്റെ മാത്രമാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ളവരും ഹെഡ്ലൈറ്റിൽ നിന്ന് ഏതെങ്കിലും കോമൺ കണ്ടെത്താൻ നമ്മളുടെ ബൾബ് തന്നെ വെറുതെ ഒന്ന് കത്തിച്ച് നോക്കിയാൽ മതി. എന്തായാലും ഇതിൽ ബ്ലാക്കാണ് പോസിറ്റീവ് വരുന്നത്, ഗ്രീന് നെഗറ്റീവുമാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യാനൊന്നും പറ്റാത്ത കാരണം നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് ഒരു വയർ ഇറക്കിയിട്ട് ക്ലിപ്പ് ഇടാനാണ് പോണത്. 2 വയറും നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം സ്വിച്ച് ഒന്ന് കണക്ട് ചെയ്ത് വെക്കേണ്ടതാണ്. പിന്നെ വയറിങ് ഞാൻ കൊടുക്കാൻ പോണത് ഈ നമ്മളുടെ ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ വയർ പോയിന്റ് കൂടെ തന്നെ കൊടുക്കാനാണ്. ഇവിടെ അവരൊരു ടൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ വെക്കാൻ പറ്റും. അതിലൂടെ തന്നെ വയറെടുത്താൽ നമുക്ക് അധികം ഒരു വേറൊരു പണി ചെയ്ത മാതിരി ഒരു ഫീല് വരില്ല. അല്ലെങ്കിൽ കറക്റ്റായിട്ട് കൊടുത്താൽ മതി. നോക്കി നോക്കൂ, ഇവിടെ ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അറിയില്ല, നമുക്ക് വേറൊരു വയറിങ് വന്നത് പോലും അറിയില്ല. അപ്പോൾ അവരുടെ അതേ വയറിങ്ങിൻ്റെ കൂടെ തന്നെ ചേർത്തെടുത്താൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ ഫ്യൂസ് ബോക്സ് ഇതാണ് വെച്ചിരിക്കുന്നത്. ഇതിന് പൊളാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് നമ്മൾ പോസിറ്റീവിൽ കൊടുക്കുക, നെഗറ്റീവിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. അപ്പോൾ ഇതാ ഈ ബ്ലാക്കാണ് നമ്മുടെ
നെഗറ്റീവ്, റെഡ് വരുന്നത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് നേരെ പോണത് ഫ്യൂസ് ബോക്സിലേക്കാണ്. പിന്നെ ഈ കാണുന്നത് കുറച്ച് കൂടുതൽ നിൽക്കുന്ന ഭാഗമാണ്. ഇതൊക്കെ നമ്മൾ രണ്ടും കൂട്ടിമുട്ടാതെ സെപ്പറേറ്റ് സൈഡിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒരു ടൈ ഇട്ടിട്ട് മൊത്തത്തിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇത് കൂടി ചേർന്ന് ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. രണ്ട് സൈഡിലേക്കും വെച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു ടാഗ് അടിച്ചു കൊടുത്താലും മതി. ഇങ്ങനെ ചുറ്റിന് ഫ്യൂസിൽ നിന്ന് വരുന്ന ഫ്യൂസ് പോസിറ്റീവിലേക്ക് കൊടുത്ത് ആ പോസിറ്റീവാണ് ഇപ്പോൾ ഈ വരുന്നത്. ഈ ബ്ലാക്ക് വയർ മാറിപ്പോയതാണ്. പിന്നെ സ്വിച്ചിൻ്റെ പോസിറ്റീവാണ് ഈ ഗ്രീൻ. അത് പോസിറ്റീവ് എന്ന് ഞാൻ പറയണമെന്നുള്ളൂ. അത് കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ നമ്മൾ ഓൺ ആക്കുമ്പോൾ ഓൺ ആവുള്ളൂ, അല്ലെങ്കിൽ ഓഫ് ആക്കുമ്പോൾ ഓൺ ആകും, ഓപ്പോസിറ്റ് വരും. അപ്പം അതിന് വേണ്ടിയിട്ട് പറയണമെന്നുള്ളൂ. ഈ ഗ്രീൻ ഒരു പോസിറ്റീവാണ് പറയുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് കൊടുക്കുക. എന്നിട്ട് എല്ലാ വയറും കൊടുത്തതിന് ശേഷം നല്ല ടൈറ്റായിട്ട് കൊടുക്കാനും അതുപോലെ തന്നെ ഫുള്ള് ടാപ്പ് കൊണ്ട് നന്നായി സീൽ ചെയ്യാനും മറക്കണ്ട. കാരണം വെള്ളം കയറി വേറൊരു പ്രശ്നമാവും. ഫ്യൂസ് പോയാൽ അത് നമ്മളെപ്പോഴും ഫ്യൂസ് പോയി കണ്ട അതിനുള്ള കാരണം കണ്ടെത്തി പരിഹരിക്കാൻ നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു കൂട്ടുകാരനൊക്കെ ചെയ്തിരിക്കുന്നത് ഇത് കൂടെയാണ്. ഇതിന്നാണ് പോസിറ്റീവ് എടുത്തിരിക്കുന്നത്. നെഗറ്റീവ് കോമൺ ആയിട്ട് നമ്മളുടെ ഇൻഡിക്കേറ്ററിൽ നിന്നുള്ള പോസിറ്റീവാണ്, നെഗറ്റീവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു വയറും കൂടി കണക്ട് ചെയ്താൽ നമുക്ക് പുറത്തേക്ക് എടുക്കാനുള്ള 2 വയർ കിട്ടും. അത് പിന്നെ ജസ്റ്റ് നമ്മൾ ബാക്കി വയറുകളൊക്കെ പോയടത്ത് കൂടെ തന്നെ കൊണ്ടുപോവുക. അപ്പോൾ അത്രയും നീറ്റായിട്ടിരിക്കും. അപ്പോൾ എപ്പോഴും ഇഗ്നീഷൻ ഓഫ് ചെയ്തിടാൻ മറക്കരുത്. അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി ടച്ചായാൽ അപ്പം തന്നെ പോവും. അപ്പോൾ അതാ ഈ വയർ വന്നോടത്ത് കൂടെയാണ് ഞാൻ എടുക്കുന്നത്. ഇതാണ് പോസിറ്റീവിൻ്റെ വരുന്നത്. പോസിറ്റീവിന് ഒരു വയറും കൂടി ഇപ്പോൾ ഇതാ പോസിറ്റീവിൻ്റെ വയറും ഞാൻ എടുത്തിട്ടുണ്ട്. അതും സെയിം ആ വഴി തന്നെ കൊണ്ടുപോവുക. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ ഒന്ന് ലെവലായി. ഇനി കേസിങ്ങും റിട്ടേൺ ഇട്ട് കൊടുത്ത് പരമാവധി എല്ലാ പണി ചെയ്യുമ്പോഴും വയറിങ് നല്ല നീറ്റായിട്ട് ചെയ്യുക. പിന്നീട് കാണുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ അതൊരു ബോറായിട്ട് തോന്നരുത്. അങ്ങനെ നല്ല നീറ്റായിട്ട് ചെയ്യുക. അപ്പോൾ അതാ അവരേത് വയറാണോ ഇതിൽ പുറത്ത് കാണിച്ച പോലെ നിർത്തിയിരുന്നത് ആ വയറുകൾ മാത്രമേ ഇപ്പോൾ ഇതിന്ന് പുറത്തേക്ക് നിൽക്കണുള്ളൂ. അവരെങ്ങനെ ചെയ്തെന്നോ അതുപോലെ വെച്ചിട്ടുണ്ട് ഞാൻ. നമ്മളിതിങ്ങനെ വെക്കുന്നു. അവരൊരു ലോക്ക് പോലെ ചെയ്തിട്ടുണ്ട്. അതിലിങ്ങനെ അങ്ങോട്ട് ടൈറ്റ് ചെയ്തെടുത്താൽ അത് അവിടെ നിൽക്കും. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം സെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ ഉണ്ടായിരുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് ആലോചിച്ചത്, ഈ ടാപ്പ് ഒട്ടിക്കാൻ്റെ ആലോചിച്ചത് ചെറിയൊരു പണി കിട്ടി. ഞാനേ നമ്മൾ DRLക്ക് സ്വിച്ച് വഴിയല്ല ഡയറക്റ്റ് കൊടുക്കുക. അതായത് വണ്ടി ഓൺ ചെയ്താൽ കത്തണം എന്നുള്ള മോഡലാക്കിയിട്ട് ഞാൻ ആ വയറ് സ്വിച്ച് വഴി തന്നെ കൊടുത്തു അറിയാണ്ട്. അത് സ്വിച്ച് വഴി കൊടുക്കരുത്, നമ്മൾ അത് ഡയറക്റ്റ് എടുത്ത് കൊടുക്കുക. അപ്പോൾ ഇത് സ്വിച്ച് വഴി കടന്നു പോണതും ഇത് ഡയറക്റ്റ് കൊടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു വയറും കൂടി എടുക്കണം. 3 വയറാണ് നമ്മുടെ ലൈറ്റിന് വരുന്നത്. 1 DRL. അതിന് ഡയറക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്യൂസിൽ നിന്ന് തന്നെ ഡയറക്റ്റ് എടുക്കുകയാണ്. സ്വിച്ച് വഴി കയറി വരണ്ട, ഡയറക്റ്റ് ഇതെന്ന് എടുക്കാം. അതൊന്ന് ഒരു വയറും കൂടി ഇട്ട് കൊടുത്തു. അതായത് ഇപ്പം നമ്മൾ ഒന്നും കൂടി വയറിങ് ഞാൻ പറഞ്ഞുതരാം. അത് വേറൊരു കൺഫ്യൂഷൻ വേറെ ഒരു വെച്ചിട്ടാണ്. ഗ്രീൻ വയർ എടുത്തിട്ട് ഞാൻ നേരെ കൊടുത്തു. നമ്മൾ വെക്കേണ്ട സ്ഥലത്തേക്ക് എത്തുന്ന നീളത്തിൽ ഇവിടെ എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് ഇതാണ് ഗ്രീനിനെ ഡയറക്റ്റ് കൊടുത്ത്. ഗ്രീൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഈ വണ്ടിയിൽ ഓരോ വണ്ടിയിലും കളർ ചേഞ്ച് ആവും. ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ബൾബ് നിന്ന് എടുത്തിട്ട് കത്തിച്ച് നോക്കിയാൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് മനസ്സിലാക്കാം. രണ്ടാമത് വരുന്നത് ഈ ബ്ലാക്കാണ് ഈ വണ്ടിയിലത്തെ പോസിറ്റീവ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റിന്റെ പോസിറ്റീവ് കിട്ടും. അപ്പോൾ ഹെഡ്ലൈറ്റിൽ തന്നെ ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ ഇതിന്ന് ഇതിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതൊക്കെ ഇഗ്നീഷന്റെയും കാര്യങ്ങളുടെയും ഇഗ്നീഷൻ ഇത് വെറും പ്ലസ് ഇതിന്ന് മാത്രം എടുക്കാൻ പറ്റും. ഇത് പോസിറ്റീവ് മാത്രം വരുന്ന വയറാണ്. ഇതെന്ന് പറയുന്ന എടുത്തിട്ട് നെഗറ്റീവ് നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ നെഗറ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറക്കാവും. അപ്പോൾ ഇതിന്ന് ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് എടുത്തു. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിന്ന് പോസിറ്റീവ് നെഗറ്റീവ് എടുത്തിട്ട് പോസിറ്റീവിന് ആദ്യം ഒരു ഫ്യൂസ് കൊടുത്തു. ഫ്യൂസ് എല്ലാവരും കൊടുക്കുക, മസ്റ്റായിട്ട് കൊടുക്കുക. അതിന്ന് 2 വയറെടുത്തു. ഫ്യൂസിന്ന് 2 വയറാക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒന്നിനെ ഡയറക്റ്റ് നമ്മളുടെ ലൈറ്റിന്റെ അതുവരെ എത്തുന്ന പോലെയും നീളത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഒന്നിനെ നേരെ സ്വിച്ചിലേക്കും കൊടുത്തു. അപ്പൊ ഇതിന്റെ ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DRL കത്തണ പോലെ അതിന്റെ DRLും കത്തി കിടക്കണം. അത് ഫുൾ ടൈം കത്തി കിടക്കണം. വെറുതെ കീ ഓൺ ചെയ്താൽ തന്നെ നമുക്ക് കത്തണം. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യാനാണ് ഡയറക്റ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ലൈറ്റിക്ക് എപ്പോഴും ആവശ്യമില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഈ സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ശരിക്കും. അപ്പൊ 3 വയർ ഇപ്പൊ അങ്ങോട്ട് വരുന്നുണ്ട്. ഒന്ന് പോസിറ്റീവിന്ന് ഡയറക്റ്റ് കൊടുത്തതും, ഒന്ന് പോസിറ്റീവിന്ന് സ്വിച്ച് വഴി കൊടുത്തതും, ഒന്ന് കോമൺ നെഗറ്റീവും.
ഇങ്ങനെയാണ് ഇപ്പോൾ അതിലേക്ക് വരുന്ന കണക്ഷൻ. ഇനിയിപ്പോൾ ഇത് ഞാൻ നേരത്തെ പോലെ മറ്റേ വീഡിയോയിൽ ചെയ്ത പോലെ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഫുൾ സെറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഫുള്ള് എങ്ങനെ ഉണ്ടായിരുന്നോ അതേപോലെ ആക്കിയിട്ടുണ്ട്. മൊത്തം നമ്മുടെ ഹെഡിൻ്റെ ഭാഗത്തുള്ള പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ ഒരു പ്രശ്നത്തിലുമുള്ള വെള്ളം കയറി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ഇതുവരെ ഇപ്പോൾ ഒരു ചാൻസ് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ നല്ല നീറ്റായിട്ട് തന്നെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നും കിട്ടുന്നു ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കാണുമ്പോൾ ഒന്നും കാണാനൊന്നുമില്ല. ഇതൊക്കെ പിന്നെ അവരുടെ മറ്റേ എന്തോ ഒരു ടൈ ചെയ്യുന്ന പരിപാടിയാണ്. അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. വേറെ നമ്മുടെ സെപ്പറേറ്റ് 3 വയറും ഇതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ കാണാൻ പറ്റില്ല. അത് ആ പൗച്ചിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ കയറ്റി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫ്രണ്ടിൽ നിന്ന് മുകളിൽ നിന്ന് കാണിച്ചാൽ കണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നോ നമ്മുടെ വയറ് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും. ബാക്കി ഇതിലൊന്നും ഞാൻ ഇപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇരിക്കുന്ന പോലെ തന്നെയാണുള്ളത്. ഈ 3 എണ്ണമാണ് ഇപ്പോൾ നമ്മൾ ഹെഡിൽ നിന്ന് എടുത്ത വയറുകൾ. ഇതിൽ ഇതാണ് കോമൺ ആയിട്ടുള്ള നെഗറ്റീവ്. അതായത് ഈ ലൈറ്റിൻ്റെ ബ്ലാക്ക് വരുന്നത് നെഗറ്റീവ് ഇതാണ് വരിക. അപ്പോൾ അതും ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ് വിട്ടാൽ ഇപ്പം മാറിപ്പോയിട്ടാണ് അത് ചെയ്തു. ഈ റെഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ സ്വിച്ച് വഴി വരുന്ന പോസിറ്റീവ് കറണ്ട്. ഈ റെഡാണ്. അത് നിങ്ങൾ പല കളർ കൊടുക്കുന്നതിനനുസരിച്ച് മാറും, അത്രേ ഉള്ളൂ. ഈ റെഡ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ലൈറ്റ്. മഞ്ഞയാണ് DRLന്റെ പോസിറ്റീവ്. പിന്നെ ഈ ബ്ലാക്ക് കോമൺ ആണ്. രണ്ടിനും നെഗറ്റീവ് കൊടുക്കുന്നത് ഈ ബ്ലാക്ക് മാത്രമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്വിച്ച് ഇല്ലാതെ ഡയറക്റ്റ് കൊടുത്തിട്ടുള്ള വയർ പോസിറ്റീവ് ചാർജ്. അപ്പോൾ 2 പോസിറ്റീവ്, ഒന്ന് സ്വിച്ച് വഴി, ഒന്ന് ഡയറക്റ്റ്. നെഗറ്റീവ് കോമൺ ആയിട്ട് ഒരൊറ്റ വയർ കൊടുത്തിരിക്കണം മൂന്ന് തന്നെ. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് ഓൺ ചെയ്ത് എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കരുത്. ഞാൻ ഇപ്പോൾ ഓൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇതിൻ്റെ സ്വിച്ച് ഞാൻ ഓണായിട്ട് ഇട്ടുകൊണ്ടാണ്. ഇത് ഓഫ് ചെയ്താൽ എപ്പോഴും DRL ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കും. നേരെ മറിച്ച് ഞാനായി എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മാത്രം DRL പ്ലസ് ഈ ലൈറ്റും കത്തും. ഇതാണ് ഇതിൻ്റെ വർക്കിങ്. എനിക്ക് അടുത്തൊരു അപ്പുറത്തൊരു എനിക്ക് പൈസ ആകുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യത്തിന് സെറ്റ് ചെയ്യുകയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വയറും തന്നെ അങ്ങോട്ടും കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ടാപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇവിടെ നമ്മുടെ ABSന്റെ പൈപ്പ് പോകുന്നുണ്ട്. അതിലേക്ക് ഒന്ന് ജസ്റ്റ് ടൈ ചെയ്താൽ ഈ വയറിങ് ഒന്നും കാണില്ല. ജസ്റ്റ് ഈ ബ്ലാക്ക് വയറും കാണും. ഇതിപ്പോൾ ഞാൻ ഇവിടെ ടൈ ചെയ്ത് വെച്ചിരിക്കണമെന്നുള്ളൂ. ഞാൻ പറ്റുകയാണെങ്കിൽ ഇത് കുറച്ച് നേരത്തെ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവഴി എൻ്റെ എടുക്കാം, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോയിട്ട്. ഞാനിപ്പോൾ ചെയ്ത വീഡിയോ അവിടെ നിൽക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നീറ്റായിട്ട് ചെയ്യുക, ഇതാണിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന് ഇതിൻ്റെ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ രാത്രിത്തെ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് അതിൽ ഒപ്പം ചേർക്കാം. അപ്പോൾ ഞങ്ങൾ ടെസ്റ്റിങ്ങിനായിട്ട് ഇറങ്ങിയാണ്. ഇതുവരെ കിട്ടും. ഇതാണ് ഇപ്പം ഇന്നത്തെ ഞങ്ങൾക്ക് കാണുന്ന ഏകദേശം ലൈറ്റ്. പക്ഷെ കൃത്യമായിട്ടൊന്നുമല്ല, ഇതിനും കൂടുതൽ അത്യാവശ്യത്തിലധികമുള്ള വെളിച്ചമുണ്ട്. നമുക്ക് നന്നായിട്ട് കാണാനും ഉണ്ട്. നോർമൽ ലൈറ്റ് വൻ ഷോക്കാണ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞു. എങ്ങനെ ഉണ്ട് എന്നൊന്നും അറിയില്ല, ഒക്കെ കമൻ്റായിട്ട് പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങളും. പിന്നെ ഞാൻ വിചാരിക്കണു നല്ല ലെങ്ത്തിലോട്ട് പോയിന്ന്. പക്ഷെ അത്രയും എല്ലാ കാര്യങ്ങളും ഞാൻ അത്രയും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുള്ളൂ. ഒരുവിധമൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു വയറിങ്ങിനെ കുറിച്ച് ഒരു അറിവില്ലാത്തവർക്ക് പോലും പറ്റുന്ന പോലെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഒന്ന് പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കമൻ്റായിട്ട് എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ എന്ത് ചെയ്യണം, അടുത്ത ഒരു ഇൻഡിക്കേറ്റർ വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഓൺലൈനിൽ. പിന്നെ ഇൻഡിക്കേറ്റർ അറിയാലോ, ഹലോജനാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് LED യിലേക്ക് മാറ്റണം എന്നുണ്ട്. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ